Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon. Prayer പറഞ്ഞോട്ടാ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൽപാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. വിജ്ഞാനദീപം നിറകതിർ തൂകാൻ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. Saidina, thought of the day. Today's thought: establishing lasting peace is the work of education. ശാശ്വത സമാധാനം നിലനിർത്തുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. Good afternoon to all. ഞാനൊരു പാട്ട് പാടി സൈൻ ഇൻ ചെയ്യാം. ഗുണമണിയായ റസൂലുള്ള തണിപകരും തിരുനൂറുള്ള ഇഹപര നബിയ ഹബീബുള്ള ഇറയോന്റെ കനിയേ സ്വല്ലല്ലാഹ്. ഗുണമണിയായ റസൂലുള്ള തണിപകരും തിരുനൂറുള്ള ഇഹപര നബിയ ഹബീബുള്ള ഇറയോന്റെ കനിയേ സ്വല്ലല്ലാഹ്. പതിമക്ക തുതിച്ചുള്ള മലരല്ലേ പരിശുദ്ധ കതിരുളി ബദറല്ലേ പരിമള സുരഫിലെ കാവല്ലേ പെരിയോന്റെ കുതിസിലെ മയിലല്ലേ മർഹബായ നൂറ് ഐനി മർഹബായ ജദൽ ഹുസൈനി മർഹബ മർഹബ നൂറ് മുഹമ്മദ് മർഹബ മർഹബ മർഹബ. ഗുണമണിയായ റസൂലുള്ള തണിപകരും തിരുനൂറുള്ള ഇഹപര നബിയ ഹബീബുള്ള ഇറയോന്റെ കനിയേ സ്വല്ലല്ലാഹ്. It's me Adiba Selim signing all to this class. Thank you and have a nice day. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ? കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തി? ഓർമ്മയുണ്ടോ? ഞാൻ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുന്നതാണ്.
മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ് ഇനി എടുക്കണം. മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഓക്കെ. ഓക്കെ, പേജ് നമ്പർ 171 ആണ് തോന്നുന്നുണ്ട് അല്ലെ? നമ്മള് കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? അതില് നമ്മൾ 3 കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. പേഴ്സണൽ ആൻഡ് ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ പറഞ്ഞതാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, അറ്റ് ലാസ്റ്റ് മാസ് ആൻഡ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ഷെയർ ചെയ്യാണ് 1 മിനിറ്റ്. മാസ് ആൻഡ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെന്റ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. എന്താണ് അഡ്വർടൈസ്മെന്റ്? നമ്മൾ പബ്ലിക്കിനോട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ജനറൽ പബ്ലിക്കിനോട് നമുക്കൊരു കാര്യം, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത്? മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഈസ് കോമൺ കമ്മ്യൂണിക്കേഷൻ വിച്ച് ഇസ് മെന്റ് ഫോർ ഓൾ. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഏത്? പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ ലൈക്ക് എന്താണ്? സിനിമ, റേഡിയോ, അഡ്വർടൈസ്മെന്റ്, വാൾ പോസ്റ്റേഴ്സ് ഒക്കെയാണ് മാസ് ആൻഡ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ. Generally, information given in newspaper, radio, television are the models for public communication. പബ്ലിക്കിനോട് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ട്. സോ നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കാറ് അല്ലെ? മേ ബി അത് ന്യൂസ് പേപ്പറിലായിരിക്കും അഡ്വർടൈസ്മെന്റ് കൊടുക്കാറ്. സോ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. പബ്ലിക്കിനോട് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. അതിന് യൂസ് ചെയ്യുന്ന മാർഗങ്ങൾ മേ ബി അഡ്വർടൈസ്മെന്റ്, വാൾ പോസ്റ്റേഴ്സ്, സിനിമ, ന്യൂസ് പേപ്പർ, അഡ്വർടൈസ്മെന്റ്, അങ്ങനെ ഒരുപാട് ഉണ്ട്. The teachers working in a school, നമ്മൾ ടീച്ചേഴ്സിന്റെ കാര്യം നോക്കാം. ഹാസ് ടു കമ്മ്യൂണിക്കേറ്റ് പേഴ്സണലി ഓർ ടു ബി ഗ്രൂപ്പ് ഓൺലി. സാധാരണ ടീച്ചേഴ്സ് ഒരു ഗ്രൂപ്പിൽ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആകെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനും ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനും മാത്രം വരാറ്. Since the private management is not allowing them to deal with the commoners other than the parents. അപ്പോൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവരെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റ് ചെയ്യാറുണ്ട്. പാരന്റ്സ് മാത്രമായിട്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ദേ ഡി നോട്ട് ഹാവ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ അറ്റ് ഓൾ. അപ്പൊ ടീച്ചേഴ്സിന് സാധാരണ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാറില്ല. Through the school meeting, the functions are kept open to the people having contact with the school are only attending. അപ്പോ ഇനി വല്ല മീറ്റിംഗോ ഫങ്ഷൻസോ നടത്താണെങ്കിൽ പബ്ലിക്കിന് അറ്റൻഡ് ചെയ്യാം എന്നുള്ള റൈറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ ദേ ടു കാനോട്ട് പ്രൊവൈഡ് മച്ച് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് സ്കൂളുകൾ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാറില്ല. നമ്മള് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 3 കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോ നമ്മള് ടീച്ചർ പാരന്റിനോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് അല്ലെ? പേഴ്സണൽ ലെറ്ററോ ടെലഗ്രാമോ ഇമെയിലോ സെൻഡ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അതാണ് എന്ത്? പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മീറ്റിംഗിൽ ഒരു ഗ്രൂപ്പായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ ഓർ ന്യൂസ് മീഡിയാസിൽ നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതാണ് എന്താ? പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. നോർമലി സാധാരണ ടീച്ചേഴ്സിന് അങ്ങനെ പബ്ലിക് കമ്മ്യൂണിക്കേഷന്റെ ആവശ്യങ്ങൾ വരാറില്ല. ഓക്കെ. When teachers is talking or addressing in the meeting, she is undergoing group communication only. അപ്പം നമ്മൾ മീറ്റിംഗിലോ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ വരുന്നത്. Whereas when she is talking with the parent about a particular child, നമ്മളൊരു കുട്ടിനെ കുറിച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് കുട്ടിനെ കുറിച്ച് കാര്യങ്ങൾ പറയാണ്. Or when she discussing with her higher authority, നമ്മൾ ടോപ്പ് മാനേജ്മെന്റിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ഇൻഡിവിജ്വലി. അത് ആ ബ്രേക്ക് ആയി പോയതാണ്, പാരഗ്രാഫ് ഒന്ന് ബ്രേക്ക് ആയതാണ്. ഇൻഡിവിജ്വലി ഷീസ് മേക്കിംഗ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. സോ നമ്മളൊരു പാരന്റിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, നമ്മുടെ ഹയർ അതോറിറ്റിയോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ദ ടീച്ചേഴ്സ് ഹാസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡിഫറെന്റ് പീപ്പിൾസ്. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് 3 പേരാണ് മെയിൻലി വരുന്നത്. നമുക്ക് ടീച്ചേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ ട്രയാങ്കിൾ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസന്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പാരന്റ്, ഫസ്റ്റ് നമ്മുടെ ചിൽഡ്രൻ ആണ്, കുട്ടികള്. ദെൻ നമ്മുടെ അടുത്തുള്ളത് മാനേജ്മെന്റ്, ദെൻ പാരന്റ്. അപ്പൊ ഇവര് 3 പേരുമാണ് ടീച്ചേഴ്സ് ആയിട്ട് നിരന്തരം എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ടീച്ചർ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ കുട്ടികളോട് കാര്യം പറയുമ്പോൾ കുട്ടികളും
പാരന്റും മാനേജ്മെന്റും തമ്മിൽ ഒരു ക്ലോസ്ലി കണക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോ എന്ത് കാര്യം കുട്ടിയോട് പറഞ്ഞാലും കുട്ടി അതോ നോർമലി പാരന്റ്സിനോട് പറയും, പാരന്റ്സ് അത് മേ ബി മാനേജ്മെന്റിനെ ഇൻഫോം ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആ ഒരു കോൺഷ്യസോട് കൂടി ആയിരിക്കണം കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കാം. The management, the parents, the children. Explain clearly. Teachers communication triangle is drafted. നമ്മുടെ ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേഷൻ ട്രയാങ്കിൾ ആണ് നിങ്ങൾ ഇമേജിൽ കാണുന്നത്. മാനേജ്മെന്റ് ആണ് ടോപ്പിൽ വരുന്നത്. മാനേജ്മെന്റ്, ചിൽഡ്രൻ ആൻഡ് പാരന്റ്, നമ്മൾ ട്രയാങ്കിളിന്റെ അകത്താണ് ടീച്ചേഴ്സ് വരുന്നത്. നോക്കാം. The major things in all the person of three corners are contracting each others individually. ഞാൻ പറഞ്ഞില്ലേ, ഈ 3 ട്രയാങ്കിളിൽ കോർണേഴ്സിലായിട്ട് ആ ജോയിന്റിങ് പോയിന്റിലായിട്ട് 2 ലൈൻ നമ്മൾ ജോയിൻ ചെയ്യുന്ന പോയിന്റിലായിട്ട് ഓരോ പേഴ്സൺസ് ഉണ്ട്. പാരന്റ്, ചിൽഡ്രൻ ആൻഡ് മാനേജ്മെന്റ്. ഇവര് തമ്മിൽ എന്തുണ്ട്? കോൺട്രാക്ട് ഉണ്ട്, കണക്ഷൻ ഉണ്ട്. പാരന്റ്സ് വിത്ത് ദ മാനേജ്മെന്റ് ഓർ ദെയർ ചിൽഡ്രൻ ഡയറക്റ്റ് കോൺടാക്ട് ഇസ് വെരി ഈസി. പാരന്റ്സിന് മാനേജ്മെന്റിനോട് കോൺടാക്ട് ചെയ്യാനും അവരുടെ ചിൽഡ്രൻസിനോട് കോൺടാക്ട് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. ലൈക്വൈസ് ദ മാനേജ്മെന്റ് ഓൾസോ കോൺടാക്ട് ദ ചിൽഡ്രൻ ഡയറക്ട്ലി. കുട്ടികളോട് മാനേജ്മെന്റ് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ വരും. സോ ദ ടീച്ചർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്. നമ്മൾ ഓരോ ടീച്ചേഴ്സും അത് മനസ്സിലാക്കണം. ആൻഡ് ഓൾവേസ് ഷീ ഷുഡ് ബി വെരി ഇൻ ഓൾ ഹെർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു കാര്യം പറയാണ്, നമ്മുടെ കുട്ടികളാണ്, എന്നാൽ പോലും നമ്മൾ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണെങ്കിൽ അത് മാനേജ്മെന്റ് അറിയാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ചാൻസസും നമ്മുടെ മാനേജ്മെന്റിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ള കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കും. സോ മാനേജ്മെന്റ് ആയിട്ടുള്ള ടീച്ചറിന്റെ ഒരു റിലേഷൻഷിപ്പ് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ദ മാനേജ്മെന്റ്, ടോപ്പ് മാനേജ്മെന്റ്, നമ്മുടെ സ്കൂളിലെ മാനേജ്മെന്റ് ആണ് വിചാരിക്കും. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ മാനേജ്മെന്റ് മേ ബി ലൈക്ക് എ മാസ്റ്റർ ഓഫ് സെർവന്റ്. അതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഒരു മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് അതിനോട് എനിക്ക് താല്പര്യമില്ല. ബട്ട് ദി ലീഡർ ആൻഡ് ഫോളോവർ അതാണ് കുറച്ചും കൂടി നല്ലതല്ലേ. മാസ്റ്റർ സെർവന്റ് ആവുമ്പോൾ നമ്മളെന്തോ നമ്മുടെ യജമാനും അതിന്റെയും അല്ലെങ്കിൽ ആ ഒരു ജോലിക്കാരൻ ആ ഒരു രീതിയിലല്ലേ വരുന്നത്. പക്ഷെ നമ്മളൊരു വർക്ക് ചെയ്യണം, നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, നമ്മുടെ ഒപ്പം ലീഡ് ചെയ്യാനായിട്ട് നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ്, നമ്മൾ അവരെ ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു ഹാപ്പിനെസ് കിട്ടൂലേ. അതെ മിസ്. കാരണം നമുക്കതൊരു ഫീലാണ്, നമ്മളെ കൂടെ നമ്മൾ ലീഡ് ചെയ്യാനാണ് ഒരാളുള്ളത്. സോ അത് കുറച്ചുകൂടി ഹാപ്പിനെസ് ആണ്. സോ മാനേജ്മെന്റ് റിലേഷൻഷിപ്പ്, ടീച്ചേഴ്സ് മാനേജ്മെന്റുള്ള റിലേഷൻഷിപ്പ് രണ്ടായിട്ട് പറയാം. ഒന്ന് മാസ്റ്റർ ആൻഡ് സെർവന്റ് ആണ്, ഓർ മേ ബി അടുത്ത ലീഡർ ആൻഡ് ഫോളോവർ ആണ്. ദ മാനേജ്മെന്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ന് പറയുന്നുണ്ട്. മാനേജ്മെന്റ് മേ ബി 4 ടൈപ്പ് ആവാം. സിംഗിൾ പേഴ്സൺ ആവാം, ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും, സോൾ റൈഡർ ആയിരിക്കും. അദ്ദേഹമായിരിക്കും എന്ത് നമ്മുടെ HOD, അതേപോലെ തന്നെ ഹെഡ് മാസ്റ്റർ. HOD അദ്ദേഹമായിരിക്കും, അല്ലെങ്കിൽ CEO അല്ലെങ്കിൽ ചീഫ് ഡയറക്ടർ അദ്ദേഹമായിരിക്കും, ഡയറക്ടർ. അപ്പൊ ഒരു സിംഗിൾ പേഴ്സൺ ആണ് നമ്മുടെ ഓർഗനൈസേഷൻ റൺ ചെയ്യണമെങ്കിൽ എന്താണ് സിംഗിൾ പേഴ്സൺ ആയിരിക്കും. ഒരു ഇൻഡിവിജ്വൽ, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണ് നമ്മുടെ ഓർഗനൈസേഷൻ റൺ ചെയ്യണമെങ്കിൽ സിംഗിൾ പേഴ്സൺ മാനേജ്മെന്റിലേക്ക് അതാണ് വരുന്നത്. ദെൻ അസോസിയേഷൻ ആണ്, ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസോസിയേഷൻ എന്ന് പറയുന്നത് അല്ലെ. 2 അതിൽ കൂടുതൽ മെമ്പേഴ്സ് ഒരുമിച്ച് ഫോം ചെയ്യുന്ന ഒരു ഫേമിനെയാണ് അസോസിയേഷൻ. മേ ബി ട്രസ്റ്റ് ആവാം, ഒരു സൊസൈറ്റീസ് ആവാം. ട്രസ്റ്റ് വരുമല്ലോ, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫോം ചെയ്തിട്ട് ട്രസ്റ്റിന്റെ കീഴിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ സ്കൂൾ വരുന്നത്. ഇനി റിലീജിയസ് ഗ്രൂപ്പുകളുടെ കീഴിലും സ്കൂളുകൾ വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. കാരണം പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര എഡ്യൂക്കേഷൻ അത്ര പ്രോപ്പർ ഒന്നും അല്ലായിരുന്ന ടൈമിൽ പോലും ഒരുപാട് റിലീജിയസ് ഗ്രൂപ്പിന്റെ കീഴിൽ ഒരുപാട് സ്കൂളുകൾ വന്നതുകൊണ്ട് നമുക്ക് എന്താ പറയാ, നമുക്ക് എഡ്യൂക്കേഷൻ പോസിബിൾ ആയിട്ടുണ്ട്. ഏത് ഒരു റിലീജിയസ് ആണെങ്കിലും ക്രിസ്ത്യൻ മിഷണറി ആണ് ആദ്യം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. നല്ല കാര്യമല്ലേ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മള് അത്യാവശ്യം ഡെവലപ്ഡ് അതിലായിട്ടുള്ളത്. അതേപോലെ നമ്മള് ഹിന്ദുക്കളുടെ ഇടയിലും ഒരുപാട് എന്താണ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളിൽ അതിലുണ്ട് ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫസ്റ്റ്ലി അവർ അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നു. അതുകൂടാതെ നമ്മൾ നോർമൽ ആയിട്ടുള്ള കുട്ടികളും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ഈ റിലീജിയസ് ഗ്രൂപ്പുകളുടെ കീഴിലും എന്തുണ്ട്, കമ്മ്യൂണിറ്റീസ് സ്കൂളുകളുണ്ട്. ദെൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ്, അത് പോയിന്റ് അല്ല കേട്ടോ. നമുക്ക് നോക്കാം. മാനേജ്മെന്റ് 3 ആയിട്ടാണ് പറയുന്നത്. സിംഗിൾ പേഴ്സൺ ആവാം, ട്രസ്റ്റ് ആവാം, റിലീജിയസ് ഗ്രൂപ്പ് ആവാം. നോക്കാം.
A lady or a gent may be run a school as a sole tradership. നമുക്കറിയാലോ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? കൊമേഴ്സ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ പഠിച്ചിട്ടുണ്ടാവും സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വരുന്നൊരു ടൈപ്പാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഒരാളായിരിക്കും അവിടെ റണ്ണും മാനേജും കൺട്രോളും ഒക്കെ ചെയ്യുന്നത്. മേ ബി ഒരു ലേഡി ഓർ എ മെൻ ആവാം. അങ്ങനെ വരുന്ന ഒരു ബിസിനസ്സിനെയാണ് സിംഗിൾ പേഴ്സൺസ് റൺ ചെയ്യുന്നത് എന്ന് പറയുന്നത്. In such case, they will able to head the institution having the entire control. അപ്പൊ ആ സിംഗിൾ പേഴ്സൺ ആയിരിക്കും ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ entire control, full control ആർക്കായിരിക്കും? ആ സിംഗിൾ പേഴ്സൺ ആയിരിക്കും. So the teachers can simply follow the procedure and she can have direct contact with the management. നമ്മൾ അവർ പറയുന്ന പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്താൽ മതി? ഫോളോ ചെയ്താൽ മതി. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡയറക്റ്റ് സംസാരിക്കാണെങ്കിൽ നമുക്ക് നേരിട്ട് മാനേജ്മെന്റിനോട് ആ സിംഗിൾ പേഴ്സണോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. Next ആണ് association, maybe trust or societies ആവാം. Sometimes the school are controlled by association which may be communal or urban or some other groups, maybe associations, ട്രസ്റ്റുകളൊക്കെ ആവാം. In such a case, there are chance for too many rules. ട്രസ്റ്റുകളും സൊസൈറ്റീസും വരുമ്പോൾ കുറച്ചും കൂടി റൂൾസുകൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒത്തിരി മെമ്പേഴ്സ് ഉണ്ടാവും അവിടെ. മെമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എണ്ണം കൂടുമ്പോൾ അവിടെ റൂൾസും റെഗുലേഷൻസും കുറച്ച് കൂടുതലാണ്. ഇറ്റ് ഈസ് ബെറ്റർ ഫോർ ദ ടീച്ചർ ടു അവോയ്ഡ് contacting the management is a person and assess the immediate superior. അപ്പോ നമുക്ക് എന്ത് ചെയ്യണം? മാനേജ്മെന്റിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് എപ്പോഴും പറ്റണമെന്നില്ല ടീച്ചേഴ്സിന്. സോ നമ്മളുടെ തൊട്ട് മുകളിലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയറിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ എന്താ പറയാ ടോപ്പ് മാനേജ്മെന്റിനോട് പറയുന്നതിന് മുമ്പ് നമ്മുടെ HOD-നോട് പറയും. നമ്മുടെ HOD ആരാണ്? ജിഷ് ടീച്ചറിനോട് കാര്യങ്ങൾ പറയും. സോ ജിഷ് ടീച്ചർ മുഖേന ആയിരിക്കും ഞങ്ങളുടെ വലിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണത്? മാനേജ്മെന്റിനെ ഇൻഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളുടെ ഹെഡ് ആരാണോ ആ ഹെഡ് മുഖേന ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യണത്? മാനേജ്മെന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ. ദെൻ റിലീജിയസ് ഗ്രൂപ്പ് ആണ്. ഓക്കെ. This type of school is started only for developing of the religion. Religious ഗ്രൂപ്പിന് കീഴിൽ വരുന്ന സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ റിലീജിയസ് ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ കൂടുതലായിട്ട് റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിലീജിയനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണ്, അവർ പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ. This types of school is started only for the development of their religion. Our religion develop ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ types of സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. So there are more religious activities. So അവിടെ എങ്ങനെ കൂടുതലായിട്ട് religious activities ആയിരിക്കും കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. The teachers should understand this before joining the school. നമ്മളൊരു സ്കൂൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു റിലീജിയൻസിനെ കുറിച്ചിട്ട് ആ ഒരു സ്കൂൾ ഫോളോ ചെയ്യുന്ന റിലീജിയൻ ഏതാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ മാത്രം നമ്മൾ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ. Then even if the teacher does not belongs to that religion, she wants to follow their instruction. നമ്മൾ ആ ഒരു റിലീജിയനിൽ ഉള്ള ആളല്ലെങ്കിൽ നമ്മൾ എന്താണ് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്നവർ മാത്രം റിലീജിയസ് ആയിട്ടുള്ള സ്കൂളുകളിൽ എന്ത് ചെയ്താൽ മതി? പോയാൽ മതി. ഓക്കെ. നമ്മള് എന്താ ഫസ്റ്റ് പറഞ്ഞത്? നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തില് ടീച്ചേഴ്സ് 3 ഡിഫറെന്റ് പീപ്പിൾസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ മാനേജ്മെന്റ് വന്നു, പാരന്റ്സ് വന്നു, ചിൽഡ്രൻസ് വന്നു. മാനേജ്മെന്റും പാരന്റ്സും ചിൽഡ്രൻസും തമ്മിൽ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ദേ ആർ കോൺടാക്ടിങ് ഈച്ച് അതർ. ഇനി മാനേജ്മെന്റ് ആയിട്ട് ടീച്ചറിന്റെ റിലേഷൻഷിപ്പ് 2 ടൈപ്പാണ് ഉള്ളത്. Maybe one, a master and the servant, or a leader and the follower. Managements may be 3 types. നമ്മൾ പറഞ്ഞു. സിംഗിൾ പേഴ്സൺ ആയിരിക്കും ആ മാനേജ്മെന്റ് ഫുള്ളും അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ ഫുള്ളും കൺട്രോൾ ചെയ്യുന്നത്. ട്രേഡർഷിപ്പ് എന്റെ ബേസിലായിരിക്കും അവിടെ ബിസിനസ് അല്ലെങ്കിൽ സ്കൂൾ റൺ ചെയ്യുന്നെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിന് നേരിട്ട് ആ ഒരു ഇൻഡിവിജ്വലിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മേ ബി അസോസിയേഷൻ ആൻഡ് ട്രസ്റ്റ് സൊസൈറ്റി ഒക്കെ ആണെങ്കിൽ അവിടെ വരുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് പറ്റണമെന്നില്ല. മാനേജ്മെന്റിനോട് നേരിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. സോ നമ്മൾ എന്താ ചെയ്യാം? നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയർ വഴിയായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്.
റിലീജിയസ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർ റിലീജിയൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ അവർ കുറച്ചും കൂടി മോർ റിലീജിയസ് ആക്ടിവിറ്റീസിലായിരിക്കും കുറച്ചും കൂടി എന്ത് ചെയ്യുന്നത്, അവർ എൻഗേജ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ റിലീജിയസ് സ്കൂളുകളാണെങ്കിൽ അത് ഓക്കെ ആകുന്ന ടീച്ചേഴ്സ് മാത്രം എന്ത് ചെയ്താൽ മതി, അവിടെ ജോയിൻ ചെയ്താൽ മതി. ആ റിലീജിയനെ മനസ്സിലാക്കുന്നതും റെസ്പെക്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് മാത്രം ആ റിലീജിയനിൽ ജോയിൻ ചെയ്താൽ മതി. ഇനി ടീച്ചർ ആ റിലീജിയനിൽ പെടാത്ത ഒരാളാണെങ്കിൽ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും, ഈ മാത്രം നമ്മളത് ഫോളോ ചെയ്താൽ മതി. നമ്മൾ എല്ലാ റിലീജിയനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, ഏത് റിലീജിയൻ ആയാലും അവരുടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. മേ ബി ഞാൻ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടാണോ അറിഞ്ഞൂടാ, പ്രെയർ ചൊല്ലും അവര് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ്. പ്രെയർ മേ ബി എല്ലാ സ്കൂളിലും ഉണ്ടെന്നൊക്കെ അറിഞ്ഞൂടാ. നമ്മള് പ്രെയർ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും കോമൺലി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതായത് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അത് ആ റിലീജിയനിൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമാണെങ്കിൽ അവിടെ ജോയിൻ ചെയ്ത് ആ ഒരു ക്ലാഷ് വരുന്നില്ല. നമുക്ക് നമ്മുടെ മാനേജ്മെന്റ് ആയിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ വരാതെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്നാലാണ് നമുക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുക. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. നാളെ നിങ്ങളും ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന സമയത്ത് കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് ആയിട്ടല്ല കേട്ടോ പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ് ആണ് പറയുന്നത്. നമ്മൾ മാനേജ്മെന്റിനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. The teacher should not contact the top management, often even with his strong superior. നമ്മൾ എപ്പോഴും ടോപ്പ് മാനേജ്മെന്റിനെ കോൺടാക്ട് ചെയ്യണമെന്നില്ല. നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയറിനോടായിരിക്കും നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഡെയിലി ഡ്യൂട്ടി is to wish in the morning and get permission while leaving from the school. നമ്മൾ ഡെയിലി ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് നേരത്തെ ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പെർമിഷൻസ് നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് വാങ്ങിക്കുന്നു. അല്ലാതെ വേറെ നമ്മൾ ടോപ്പ് മാനേജ്മെന്റിന്റെ എപ്പോഴും കോൺടാക്റ്റിൽ വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോ ഇന്നെടുത്ത പോർഷൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ വരെ, മാസ് കമ്മ്യൂണിക്കേഷൻ മുതൽ എവിടെ വരെയാണ് നമ്മൾ ക്ലാസ് എടുത്തത്, കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ് വരെ ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, റീഡ് ചെയ്തു എല്ലാവരും. ഇനി നമ്മള് ടീച്ചേഴ്സ് മാനേജ്മെന്റിന്റെ കാര്യം ഡീൽ ചെയ്തു. ഇനി ആയിട്ടാണ് ടീച്ചേഴ്സിന്റെ റിലേഷൻഷിപ്പ് ഉള്ളത് മെയിൻലി. നെക്സ്റ്റ് വരുന്നതാണ് പാരന്റ്സും ചിൽഡ്രൻസും അല്ലെ. പാരന്റ്സ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്, ചിൽഡ്രൻസ് ആയിട്ടും കോണ്ടാക്ട് ഉണ്ട്. നമുക്ക് പാരന്റ്സ് നോക്കാം. The modern educational management feel like parents as a customers. പുതിയ മാനേജ്മെന്റ് പറയുന്നത് എന്താന്ന് വെച്ചാല്, എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് പറയുന്നത് നമ്മുടെ പാരന്റ്സ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ് എന്നാണ്. ഒരു പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള തിങ്കിങ്ങിലൂടെയാണ് അവരത് പറയുന്നത്. നമ്മുടെ പാരന്റ്സ് എന്താണ്, നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്. So the teachers should have to calm and polite even if the parents shout or use the price words.
മേ ബി ചില സിറ്റുവേഷനിൽ നമ്മൾ പാരന്റ്സ് ഷൗട്ട് ചെയ്യേണ്ടതായിട്ട് വരും, ഓർ ഒരു ബാഡ് വേർഡ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മൾ ആ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ കാം ആയിരിക്കണം, നല്ല പൊളൈറ്റ് ആയിട്ട് വേണം സംസാരിക്കണം, നല്ല പേഷ്യൻസ് വേണം. The teacher should not lose temper. നമ്മൾ ഒരു കാരണവശാലും, നമ്മൾ ടീച്ചേഴ്സ് ആണ്, ഒരു കാരണവശാലും നമ്മൾ ആ സിറ്റുവേഷൻ, നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ഫ്രണ്ടില്, ഒരു സിറ്റുവേഷൻ നമ്മൾ ടെമ്പറൽ ലൂസ് ചെയ്യാൻ പാടില്ല. Teachers should avoid meeting the parents and discussing with the parents anywhere outside the school. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പാരന്റ്സ് ആയിട്ട് മീറ്റിംഗ്സോ ഡിസ്കഷൻസ് ഒക്കെ നടത്താം, സ്കൂളിലോ പുറത്തോ വെച്ച് നമുക്ക് അങ്ങനെ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാം. ഈവൻ ഇൻ ദ സ്കൂൾ ഷി ഷുഡ് നോട്ട് yield to any undue expectation of the parents. പാരന്റ്സിന്റെ ഓവർ എക്സ്പെക്ടേഷൻ കാരണം മേ ബി നമുക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാട്ടോ. ഞാൻ ഒരു കുട്ടീനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ അമ്മ വന്നിട്ട് പറയാണ്, എന്റെ മോനും ഈ ക്ലാസ്സിൽ ഫസ്റ്റ് വന്ന കുട്ടിയും ഒരേ ട്യൂഷൻ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മിസ് തന്നെ അവരെ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് എന്തുകൊണ്ട് എന്റെ മോന് മാത്രം മാർക്ക് കുറവ്? എപ്പോഴും അതെ, അവൻ എപ്പോഴും മാർക്ക് കുറവായിരിക്കും. ആ കുട്ടിയുടെ പേരും പറഞ്ഞു, അവൻ നല്ല മാർക്ക് ഉണ്ടാവും, അവനായിരിക്കും ഫസ്റ്റ്. അത് പറയുന്ന രീതി ഇപ്പൊ ഞാൻ പറയുന്ന പോലെയല്ല അവർ പറഞ്ഞത്, അത്യാവശ്യം ഷൗട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. സോ ആ സമയത്ത് എനിക്കും അതേ രീതിയിൽ അതേ ടോണിൽ സംസാരിക്കാൻ പറ്റില്ലേ? പക്ഷെ ഞാൻ കുറച്ച് കാമായിട്ടാണ് സംസാരിച്ചത്. കാരണം നമ്മള് ഓരോ കുട്ടികൾക്കും അവരുടേതായ കഴിവുകൾ ഡിഫറെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് ആളെ ഞാൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ ആ കുട്ടിയുടെ മാക്സിമം എഫേർട്ടിൽ അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ എൻഡ് റിസൾട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് കാര്യ അല്ലെ? എൻഡ് റിസൾട്ടിനേക്കാളും കൂടുതൽ നമ്മൾ ആ കുട്ടിയുടെ പ്രോസസ് ഓഫ് വർക്ക്, ഇതിന്റെ വർക്കിന്റെ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പല സിറ്റുവേഷനും നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. മേ ബി പാരന്റ്സ് നമ്മൾ ഷൗട്ട് ചെയ്യണതോ അല്ലെങ്കിൽ അവര് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യണതോ അങ്ങനെ ഒച്ചയിൽ സംസാരിക്കുന്നതൊക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഭാവിയിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഏതൊരു സിറ്റുവേഷൻ നിങ്ങൾ വന്നാലും ഈ കണ്ണുകൾ വന്നാലും നിങ്ങൾ കുറച്ച് എന്താണ് കാമായിട്ട് പൊളൈറ്റ് ആയിട്ട് വേണം അവരെന്ത് ചെയ്യാനായിട്ട് ട്രീറ്റ് ചെയ്യാൻ. Many times parents are communicated by the management through the teachers only. Maybe ചില ടൈമുകളിൽ പാരന്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാനേജ്മെന്റ് ത്രൂ എങ്ങനെയായിരിക്കും? മാനേജ്മെന്റ് ത്രൂ ആയിരിക്കും ടീച്ചേഴ്സിനോട്. By carrying the instruction of the management to the parents, management നമുക്ക് തരുന്ന instruction to the parents and teachers should not added her own പ്രൈവറ്റ് ഒപ്പീനിയൻ. അപ്പൊ നമ്മള് ടീച്ചേഴ്സ് അവരുടെ പ്രൈവറ്റ് ഒപ്പീനിയൻ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഓൺലി ദ ഡിസിഷൻ ഓഫ് ദ മാനേജ്മെന്റ് ഷുഡ് ഹാവ് ബീൻ ഡിറ്റാച്ച്ഡ് ടു ദ പാരന്റ്സ്, നോട്ട് ഓൾ ഡിസ്കഷൻ. ഓക്കെ, നമ്മള് ചില സമയങ്ങളിൽ മാനേജ്മെന്റിനോട് പാരന്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആര് വഴിയായിരിക്കും? ടീച്ചേഴ്സ് വഴിയായിരിക്കും. അപ്പൊ മാനേജ്മെന്റിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാനേജ്മെന്റ് നമ്മളോട് പറഞ്ഞ എന്തുണ്ടാവും? ഇൻഫർമേഷൻ ഉണ്ടാവും, ഡെസിഷൻ ഉണ്ടാവും. അത് നമ്മള് നേരിട്ട് പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലാതെ എൻ്റെ ഡിസ്കഷൻ നമ്മൾ എന്ത് ചെയ്യണ്ട, പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട. എന്താണോ അവർ തീരുമാനിച്ചത് ആ ഡിസിഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ചിൽഡ്രൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള, ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്തുള്ളത് ആരാണ്? കുട്ടികളാണ്. The aim of teaching profession itself is communicating with the children. ടീച്ചിങ് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. At the same time, we should note that the parents are also watching their children regularly. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. പാരന്റ്സ് നമ്മളെ കുട്ടികളെ റെഗുലർലി എന്ത് ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. So whenever the teacher wants to communicate with the child by oral or written, she should feel that the parents are in the back. Okay, നമ്മളൊരു കാര്യം കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പാരന്റ്സ് ഇത് നോക്കാൻ ഓറലി ഓർ റിട്ടൺ എങ്ങനെയാവട്ടെ പാരന്റ്സ് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. നോട്ട് ഓൺലി ഹെർ വേർഡ്സ് ബട്ട് ഓൾസോ ഹെർ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് അബൌട്ട് ഹെർ ഡ്രസ്. ദ ഇൻഫർമേഷൻ ഇസ് ബീങ് ഇൻഫോംഡ് ടു ദ പാരന്റ്സ് ബൈ ദ ടീച്ചേഴ്സ്. അപ്പോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മാത്രമല്ല കുട്ടികള് പോയി പറയുന്നത്, എന്താണ് എല്ലാ കാര്യങ്ങളും പറയും, ഇൻക്ലൂഡിങ് നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈല്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സിന്റെ ഡ്രസ് ഇന്നതായിരുന്നു, ടീച്ചർ ഇന്ന ഇതായിരുന്നിട്ട് എന്നൊക്കെ. അപ്പൊ നമ്മള് കുറച്ച് ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ചും കൂടി ഫോർമൽ ആയിരിക്കണം. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഏത് ഡ്രസ്സായിരിക്കും കൂടുതൽ പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത്?
സാരി. ഓക്കെ, സാരി. നമ്മൾ മാക്സിമം നല്ല രീതിയിൽ എന്താ പറയാ, നല്ല രീതിയിൽ നമ്മൾ സാരി വിയർ ചെയ്യാനായിട്ട് പഠിക്കാം. നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോഴോ ട്രെയിനിങ്ങിന് പോകുമ്പോഴോ പെർമനന്റ് ആയിട്ട് ജോലി കിട്ടുമ്പോൾ മാക്സിമം സാരി തന്നെ എന്ത് ചെയ്യാൻ നോക്കാം, വിയർ ചെയ്യാൻ നോക്കാം. അത് നല്ലൊരു ടീച്ചർ എന്നുള്ളൊരു ഇംപ്രഷൻ തന്നെ വരും. ഞങ്ങള് ഓൺലൈൻ ആയതുകൊണ്ടാണ് സാരി യൂസ് ചെയ്യാത്തത്. ഞങ്ങൾ ടീച്ചേഴ്സിന് ചോദിച്ചോട്ടെ, നിങ്ങൾ നമ്മുടെ ടീച്ചേഴ്സ് അല്ലേ എന്തുകൊണ്ട് സാരി എടുക്കാത്തത്? ഞങ്ങൾ പക്ഷെ ഒക്കേഷണലി ഇവന്റ് ഒക്കെ വരുമ്പോൾ മാക്സിമം ഞങ്ങള് പ്രിഫർ ചെയ്യുന്ന കോസ്റ്റ്യൂം എന്താണ്, സാരി ആയിരിക്കും. അപ്പൊ അതേപോലെ നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾ നേരിട്ട് പോവാണല്ലോ, അപ്പൊ അതുകൊണ്ട് എന്തായാലും ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ സാരി തന്നെ വിയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്താണെന്നറിയാമോ, നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിൽ മാർക്ക് ഇടുമ്പോൾ ഡ്രസ്സിങ്ങിന് മാർക്ക് ഉണ്ട്. അപ്പൊ അതിൽ സാരിയാണ് നമ്മൾ എല്ലാ ദിവസവും വിയർ ചെയ്യണമെങ്കിൽ മേ ബി നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ടീച്ചിങ് പ്രാക്ടീസിന് പോയവരുണ്ടായിരുന്നോ? അല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യത്തില്ലേ, ഡ്രസ് കോഡിന് ഉണ്ടായിരുന്നോ? ഓക്കെ, മേ ബി ഇവിടെ ഓക്കെ, നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ ഡ്രസ്സിംഗ് സ്റ്റൈൽ മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. സോ ഷീ ഷുഡ് ഹാവ് ബി കെയർഫുൾ not only in written statement and oral statement but also in the behavior of the child. നമ്മൾ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓറൽ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, നമ്മൾ കുട്ടിയോട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, നല്ല കെയറിങ്ങോടെ നല്ല സ്നേഹത്തോടെ ആണെങ്കിൽ ഓക്കെയാണ്, പാരന്റ്സ് ഓക്കെ ആയിരിക്കും. പക്ഷെ ഭയങ്കര സ്ട്രിക്റ്റ് ആയി നമ്മൾ വടിയൊക്കെ എടുത്ത് പേടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ വടിയെടുത്ത് അടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പാരന്റ്സിനോട് പറയും. പാരന്റ്സ് അത് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മാനേജ്മെന്റ് ആയിരിക്കും പിന്നെ ടീച്ചേഴ്സിനോട് കാര്യങ്ങൾ പറയുന്നത്. When the teacher is writing a short note, she is communicating with her parents only. നമ്മൾ റൈറ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ, റൈറ്റിംഗ് ഷോർട്ട് നോട്ട് ഒക്കെ എഴുതി കൊടുക്കുകയാണെങ്കിൽ അത് പാരന്റ്സിന് മാത്രമായിരിക്കും ഇൻഫർമേഷൻ വരുന്നത്. പാരന്റ്സിന് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളോട് പറയണ്ട. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഡയറിയിലോ എന്തെങ്കിലും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പാരന്റ്സിന് മാത്രം ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം. ദെൻ ഇന്ന് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഈസി ആണെന്ന് തോന്നുന്നുണ്ട്. പാരന്റ്സും അതേപോലെ തന്നെ ടീച്ചേഴ്സും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പുകളില്ലേ, വാട്സപ്പ് ഗ്രൂപ്പുകൾ. ശരിയാണ്, ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ പറയാൻ പറ്റും. മറ്റേ ആദ്യം ടീച്ചേഴ്സിന് ഭയങ്കര ടെൻഷനായിരുന്നു, ഓരോ കാര്യങ്ങൾ എങ്ങനെ അറിയിക്കുന്നില്ല കാര്യത്തിന്. നമുക്ക് എന്ത് കാര്യം ടീച്ചറിനോട് ചോദിക്കാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യും. കുറച്ചുകൂടി മുമ്പ് ടീച്ചേഴ്സിന് കുറച്ച് അകത്തായിരുന്നു പാരന്റ്സ്, ഇപ്പൊ കുറച്ചും കൂടി എന്ത് ചെയ്യണം, ക്ലോസ്ലി കണക്റ്റഡ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കുറവാണ് അല്ലെ? അപ്പോ നിങ്ങൾ നല്ല ടീച്ചേഴ്സ് ആവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. എന്താ പറയാ, കുട്ടികളൊക്കെ നന്നായിട്ട് സ്നേഹിക്കുന്ന നല്ല ടീച്ചേഴ്സ് ആയിട്ട് മാറാനായിട്ട് ഞാൻ എന്ത് ചെയ്യാം, വിഷ് ചെയ്യാട്ടോ നിങ്ങളെ. നമ്മുടെ പോർഷൻ, ലാസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. അല്ല, മൊഡ്യൂള് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൂവ് ആകുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് പ്രാക്ടിക്കൽസ് ആണ്, അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ റെക്കോർഡ് 5 എത്തി തുടങ്ങിയോ? റെക്കോർഡ് 5 പറഞ്ഞിട്ടില്ല, 4th വരെ പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞിട്ടില്ല അല്ലെ? നെക്സ്റ്റ് വീക്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാല് ടീച്ചറിന്റെ ക്ലാസ് എന്താ പറയാ, മൺഡേ ട്യൂസ്ഡേ നമ്മൾ ഈ ടൈം കറക്റ്റ് 1:30 ഉണ്ട്. അത് കൂടാതെ നൈറ്റ് ക്ലാസ്സും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നൈറ്റ് ക്ലാസ് ഉണ്ടാവും. മാക്സിമം പോർഷൻസ് കംപ്ലീറ്റ് ആവും. മിസ്സിന്റെ ഏത് പോർഷൻ കംപ്ലീറ്റ് ആവാനുള്ളത്? പ്രിപ്പയർഡ് എൻവിറോൺമെന്റ് എടുത്തോണ്ടിരിക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേംസ് എടുക്കുന്നുണ്ട്. ടെൻഡൻസി ആദ്രാംസ് കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്ക് എക്സാം വരുന്നുണ്ട് അല്ലെ? അതെ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടത് എന്ന് പറഞ്ഞു ജിഷ മിസ്. സിമ്പിൾ ആയിട്ടൊക്കെ ഇട്ടോ. എന്താണ് ടീച്ചർ ക്വസ്റ്റ്യൻസ് ഇട്ടോ? മിസ്സാണോ ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടത്? ഞാൻ ഫസ്റ്റ് ഞാനാണ് ക്വസ്റ്റ്യൻ കേട്ടത്. എളുപ്പമായിരുന്നല്ലോ അല്ലെ?
പേപ്പർ 1 എളുപ്പമായിരുന്നു അല്ലേ? അത് എളുപ്പമാണ്. പക്ഷേ പേപ്പർ 2 എളുപ്പമായിരിക്കില്ല കേട്ടാ, പ്രതീക്ഷിക്കരുത് എളുപ്പമാണ്. ഇല്ലടാ, കുറച്ച് വായിച്ചു വെക്കാനുണ്ട്, പഠിക്കാനുണ്ട്. ഒന്ന് നിങ്ങൾ അത് റീഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു. അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഈ മോക്ക് ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് തോന്നുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ മോഡൽ എക്സാമിൽ ഇടുന്നത്. മേ ബി അത് മെയിൻ എക്സാമിന് റിപ്പീറ്റ് ആവാതിരിക്കാം. ഓക്കെ, എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഏതൊക്കെ ഭാഗത്തുനിന്നാ നോക്കണ്ടെന്നൊന്ന് പറഞ്ഞുതരണേ. കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഞാനിപ്പോ ഇന്ന് കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾക്കറിയാലോ ഈ പാർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഏതായിരുന്നു? കമ്മ്യൂണിക്കേഷൻ അല്ലേ? കൂടുതൽ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ? അതെ. അത് ഇപ്പൊ മോഡൽ എക്സാമിന് മേ ബി ക്വസ്റ്റ്യൻസ് കുറവാണെങ്കിൽ പോലും മെയിൻ എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ചാപ്റ്റർ ആണ് ഏത്? കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. ദെൻ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ചെയ്യുന്ന 3 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അത് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ, മൂവ്മെന്റ്സ്. ഈ 3 ചാപ്റ്റേഴ്സ് ആണ് ഞാൻ എടുത്തത്. നോർമലൈസേഷനും മൂവ്മെന്റ്സും നന്നായിട്ട് നോക്കിക്കോ. സൊസൈറ്റി ഓഫ് കൊഹീഷൻ സിമ്പിൾ ആയിരിക്കുള്ളൂ, അത് എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. നോർമലൈസേഷനും മൂവ്മെന്റ്സും നന്നായിട്ട് നോക്കണം കേട്ടോ. ഇതിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ലേ? നോർമലൈസേഷനെയും സൊസൈറ്റി ഓഫ് കൊഹീഷനെയും മൂവ്മെന്റ്സിനെയും മോക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷന് ഇന്ന് തന്നെ ഇടാൻ പറയാം കേട്ടോ. കമ്മ്യൂണിക്കേഷന്റെ വന്നിട്ടുണ്ടല്ലോ. ശരിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 4th മൊഡ്യൂൾ കോമൺ ചൈൽഡ് ഡിസീസ് കൊടുക്കാൻ പറഞ്ഞപ്പോ കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റ്യൻ അവർ ഇട്ടത്. യൂണിറ്റ് 4 കൊടുക്കാന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് ഓക്കെ കമ്മ്യൂണിക്കേഷൻ അവർ പാസ് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് തന്നെ റിവൈസ് ചെയ്താൽ മതി. പുറത്തുനിന്ന് എക്സ്ട്രാ ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഈ ഒരു പോർഷനിലൊക്കെ വരുമ്പോഴേക്കും ഒരു 10-15 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്തിട്ടുണ്ടാവുമല്ലോ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന്. കുറവാണ്, ചെയ്തിട്ടില്ലേ? 10 ക്വസ്റ്റ്യൻസ് എങ്കിലും ഉണ്ട് മിനിമം, ഇല്ലേ? ഉണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. ടെസ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യാം. പിന്നെ എക്സാം എങ്ങനെ മാർക്ക് പറഞ്ഞിട്ടില്ല അല്ലെ? എക്സാം ടൈമിൽ വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ? എന്താ അത് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ടീച്ചിങ് മെറ്റീരിയൽസ്, ടീച്ചിങ് എയ്ഡുകൾ എന്തോരം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? ടീച്ചിങ് എയ്ഡ് എന്തൊക്കെ ടീച്ചിങ് എയ്ഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, പിന്നെ ഫ്രെയിംസ്, പിങ്ക് ടവർ. ഓക്കെ, ഞാൻ പറയുന്നൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പാരിസോ. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഓക്കെ ആണ്. സാൻഡ് പേപ്പർ നോട്ട്സ് പിങ്ക് ടവർ ഓക്കെയാണ്. ഫ്രെയിം, ആൽഫബറ്റ് ചാർട്ട്. അത് തയ്യാറാക്കിയിട്ടില്ല. ആൽഫബറ്റ് ചാർട്ട് പറഞ്ഞിട്ടില്ല, അതെന്താ? അത് പറയാം. നമ്പർ ചാർട്ട് ഇല്ല. അതൊക്കെ നിങ്ങൾ സാൻഡ് പേപ്പറിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ല ഓക്കെ ഞാൻ പറയാം കേട്ടോ. കളർ ബോക്സ്, കളറിംഗ് ബോക്സ്. കളർ ബോക്സ് പറഞ്ഞിട്ടില്ല. കളർ ടാബ്ലറ്റ് പറഞ്ഞിട്ടില്ല അല്ലേ? അത് ഐഡന്റിഫൈ ചെയ്യുന്നതാണെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാർട്ട് പേപ്പറിൽ കളറ് നമ്മുടെ കളർ ഒട്ടിക്കുക. ഇപ്പൊ ഒരു കളർ ഓക്കെ, കളറിംഗ് ബോക്സ് കാണിച്ചു തരാം. ഫസ്റ്റ് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ആൽഫബറ്റ് ചാർട്ട് കേട്ടോ. നമുക്ക് ടൈം ഉണ്ട്, എന്നാലും നിങ്ങളത് പ്രിപ്പയർ ചെയ്തോ. എക്സാമിന് മുമ്പൊക്കെ ആൽഫബറ്റ് ചാർട്ട് എന്ന് പറയുമ്പോൾ A for ആപ്പിൾ, അതായത് ഇമേജും സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും കൂടെ വരണം. ഓക്കെ, കാണുന്നുണ്ടോ?
എ ഫോർ ആപ്പിൾ ചാർട്ടിൽ ചെയ്യണം കേട്ടോ. ആൽഫബറ്റ് ചാർട്ട് എന്ന് പറയുന്നത് ഒരു ചാർട്ടിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ ഇമേജ് വരുത്താണ് ആൽഫബറ്റ്സും അതേപോലെ തന്നെ അതിന്റെ ഇമേജും കൂടി വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇതാണ് ആൽഫബറ്റ്. നമ്മള് അധികം വരയ്ക്കാൻ കഴിവൊന്നുമില്ലാത്തവര് ഒട്ടിച്ചാലും മതി. എല്ലാരും ഒട്ടിക്കരുത് കേട്ടോ. ഇപ്പൊ എയും എയൊക്കെ കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടൂല, അങ്ങനെ ഒട്ടിക്കരുത്. എ എന്നുള്ളത് മാക്സിമം നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ആൽഫബറ്റ് എയും സ്മോൾ ലെറ്റർ എയും നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം, എഴുതാനായിട്ട് ശ്രമിക്കാം. ദെൻ ആ ഇമേജ് ക്ലിക്ക് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മിസ്സേ, ഒരു ചാർട്ട് പേപ്പറിൽ ഫുൾ ആയിട്ട് A to Z വരെ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചേ? ഫുൾ ചാർട്ട് പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ ഫുൾ ചാർട്ട് പേപ്പർ വേണ്ട വരുമോ? ഞാൻ വിചാരിച്ചതേ ഒരു ലെറ്റർ വെച്ചിട്ട് ഒരു ആപ്പിളിന്റെ പിക്ചറും വെച്ചിട്ട് ചെറിയൊരു സ്ക്വയറില് ചെയ്യാം, അങ്ങനെയാണോന്ന് വെച്ചിട്ട് ചോദിച്ചതാണ്. കാർഡ് പോലെയാണോന്നാണ് ചോദിക്കുന്നത്. കാർഡ് പോലെ ചാർട്ട് പോലെ തന്നെ ചെയ്യണം. കാർഡ് നമുക്ക് ആൽഫബറ്റ്സ്, സ്റ്റാൻഡ് പേപ്പർ, ന്യൂമറിക്കൽസും ആൽഫബറ്റ്സ് ഒക്കെ കാർഡാണല്ലോ. അപ്പൊ അതുകൊണ്ട് കാർഡ് വേണ്ട, നമ്മൾ ചാർട്ട് ചെയ്താൽ മതി. അപ്പൊ ആൽഫബറ്റ് ചാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്പർ ചാർട്ട് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇത് നമ്പർ ചാർട്ട് കേട്ടോ. നമ്പർ ചാർട്ട് എഴുതണം. ജസ്റ്റ് ഇതേപോലെ ഒരു ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 1, സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 നമ്പേഴ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. നേരെ ഒട്ടിച്ച് താഴത്തേക്ക് ഒട്ടിച്ചാലും മതി. നമ്മൾ ഫസ്റ്റ് ഇമേജില് ഒരു ആപ്പിള് 1 മുതൽ 10 വരെ മതി കേട്ടോ, ഒരു ആപ്പിള്. സെക്കൻഡ് ഇമേജിൽ 2 ആപ്പിള്, തേർഡ് ഇമേജിൽ 3 ആപ്പിള്, ഫോർത്ത് ഇമേജിൽ 4 ആപ്പിള്, ഫിഫ്ത് ഇമേജിൽ 5. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇമേജസ് കൊടുക്കാം കേട്ടോ. പറഞ്ഞില്ലേ, അങ്ങനെ ഓക്കെ ഓക്കെ. ചോക്ലേറ്റ് കൊടുക്കാം, ഐസ്ക്രീം കൊടുക്കാം. മതിയോ? മതിയോ? എന്താണ് എത്ര വരെയാണ്? 1 to 10 ആണോ? അങ്ങനെ 1 to 10 ആണ് നമ്പർ ചാർട്ടിൽ. 1 to 10. ഓക്കെ, അപ്പൊ നമ്പർ ചാർട്ട് ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് ഒരു മെറ്റീരിയൽ ആണ് കളറിംഗ് ബോക്സ് എന്ന് പറയും. അത് കളർ ടാബ്ലറ്റ്സ്. 1 മിനിറ്റ്, ഞാൻ പറ്റാണെങ്കിൽ പറ്റ് കാണിച്ചാം. One minute കേട്ടോ, ഞാൻ വരാം. One minute കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ, ഞാനിത് ചേഞ്ച് ചെയ്തിട്ടാ കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മിസ്. ഇത് ക്ലിയർ ആയിട്ട് കാണാലോ അല്ലെ? ഇത് കളർ ടാബ്ലറ്റ്സ് ആണ്. ഇത് ഓരോ കളറും കുട്ടികളില് എന്ത് ചെയ്യാനായിട്ട്, കളർ പഠിപ്പിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വുഡൻ പീസാണ്, ഈ സൈഡിലുള്ളത് വുഡൻ പീസാണ്. ഇത് ടച്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ടച്ച് ചെയ്യേണ്ടത്, ഈ ബോർഡിൽ ടച്ച് ചെയ്യിപ്പിക്കരുത്, കാരണം കളറിന്റെ ഷെയ്ഡ് മാറാൻ ചാൻസ് ഉണ്ട്. സോ കളർ ടാബ്ലറ്റ്സ് നമുക്ക് പഠിപ്പിക്കാം, കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും.
ഇതിൽ 2 ഷെയ്ഡ്സ് ഉണ്ട്. എല്ലാ കളേഴ്സിന്റെയും 2 ഷെയ്ഡ്സ് ആണുള്ളത്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ കളറിംഗ് ബോക്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ഈ വുഡൻ പീസ് ചിലപ്പോൾ അവൈലബിൾ ആവണമെന്നില്ല അല്ലെ. വുഡൻ പീസ് അവൈലബിൾ ആയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, സൈഡില് കാർഡ് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ പേപ്പർ, കളർ പേപ്പർ ഒട്ടിക്കാം. ഒരു കാർഡ്ബോർഡ് കഷ്ണം എടുത്തിട്ട് അതിൽ അപ്പുറത്തും കളർ പേപ്പർ കവർ ചെയ്യാം. ദെൻ സൈഡിൽ നമ്മൾ അത് നല്ല ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിലൊരു മെറ്റീരിയൽ, ചിലപ്പോൾ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മെറ്റീരിയൽ കൂടെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ ഷെയ്ഡ് ഒന്നും കയ്യിലാവാത്ത രീതിയിൽ അവർക്ക് കളർ കറക്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് കളറിംഗ് ബോക്സ്. കുറച്ചും കൂടി കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കളേഴ്സ്. മെയിൻ ആയിട്ട് പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ് നമുക്ക് പ്രാക്ടീസ് സെഷനിലേക്ക് വരുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാം. നിങ്ങൾ ഷെയ്ഡുകളൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക, ഏതൊക്കെ ഷെയ്ഡാണ് ഉള്ളത്. അതേപോലെ കളറിംഗ് ബോക്സിന്റെ ഇമേജസ് ഒക്കെ ഒന്ന് നോക്കിക്കട്ടോ. ഓക്കെ അല്ലേ? എത്ര കളേഴ്സ് ഉണ്ട്? ബ്ലൂ, ബ്ലാക്ക്, യെല്ലോ, റെഡ്, ഗ്രീൻ, ഓറഞ്ച്, ബ്ലൂ, പിന്നെ സ്കൈ ബ്ലൂ. ബ്ലൂവിന്റെ തന്നെ 3 ഷെയ്ഡുകളുണ്ട്. ഇതൊന്ന് 14 ആണ് തോന്നുന്നുണ്ട്, 14 ആയിരിക്കണം. നമുക്ക് കിട്ടുന്നതൊക്കെ കളക്ട് ചെയ്താ പോരെ? ഇത്ര കളേഴ്സ് തന്നെ വേണമെന്നുണ്ടോ? അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതേപോലെ ബേസിക് ആയിട്ട് പ്രൈമറി കളേഴ്സ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. ഏതെല്ലാമാണ് പ്രൈമറി കളേഴ്സ്? റെഡ്, ബ്ലൂ, ഗ്രീൻ. റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ. സെക്കൻഡറി കളേഴ്സോ? സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാണ്? സെക്കൻഡറി കളേഴ്സ്? യെല്ലോ, അറിഞ്ഞൂടാ. യെല്ലോ, ഓറഞ്ചും പിന്നെന്താന്നറിയില്ല. മജന്താന്നൊക്കെ പറയുന്ന കളേഴ്സ് അറിയോ? മജന്ത അല്ലേ? വയലറ്റ് ആണല്ലേ? മജന്ത അല്ല, വയലറ്റ് പോലെ പർപ്പിൾ. പ്രൈമറി കളേഴ്സ് ആണ് റെഡ്, ഗ്രീൻ, ബ്ലൂ. മാക്സിമം അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ പർപ്പിൾ, ഓറഞ്ച്, പർപ്പിൾ, മജന്ത എന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ടൈമിൽ പറഞ്ഞിരുന്നത്. തീർച്ചയായിരിക്കും മെസ്സേജ്. അപ്പോൾ ആ കളേഴ്സ് മാക്സിമം പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. പിന്നെ എത്ര കളേഴ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അത്രയും കളേഴ്സ് തന്നെ നിങ്ങൾ കളറിംഗ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യേണ്ട. കളർ പേപ്പേഴ്സിനൊന്നും അത്രയും റേറ്റ് വരുന്നില്ല. ദെൻ അതൊരു ബോക്സിലാക്കി സൂക്ഷിക്കുക, നല്ല ബോക്സിൽ ആക്കി എന്ത് ചെയ്യാം, സൂക്ഷിക്കാം. പ്രാക്ടിക്കലിനൊക്കെ പോകുമ്പോൾ അത് കയ്യിൽ ക്യാരി ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മുടെ കളറിംഗ് ബോക്സ് ഉണ്ട്. പിങ്ക് ടവർ എല്ലാവരും പ്രസന്റ് ചെയ്തതല്ലേ? അതെ മിസ്. പിങ്ക് ടവർ പ്രസന്റ് ചെയ്തതാണ്. അപ്പൊ പിങ്ക് ടവർ ഞാൻ ഇവിടുത്തെ പിങ്ക് ടവറും കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് മിസ്, കാണിച്ചു. സോ ആ ഒരു മെറ്റീരിയൽ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങള് ഇത് ചെയ്യില്ലേ? ഏതാണ് നമ്മുടെ എന്താണ് റെക്കോർഡ്, 5th റെക്കോർഡ് എഴുതുമ്പോൾ ആ മെറ്റീരിയൽസ് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, 5th റെക്കോർഡ് എഴുതുമ്പോൾ ഓരോ മെറ്റീരിയൽസ് എഴുതുന്നുണ്ട്. പ്രാക്ടിക്കൽ ലൈഫിൽ ഇന്ന മെറ്റീരിയൽസ്, ഇന്നതാണ് അതിന്റെ ഫങ്ഷൻസ്, ഇന്ന കാര്യങ്ങൾ, നമുക്ക് ഫീച്ചേഴ്സ് എന്നൊക്കെ എഴുതുന്നുണ്ട്. നിങ്ങൾ ആ സമയത്ത് എഴുതുമ്പോൾ തന്നെ അത് പഠിച്ചിട്ട് എല്ലാവരും എഴുതാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ കൂടുതലായിട്ട് അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. മെയിൻ എക്സാമിനല്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾക്ക് അറിയാലോ മൊഡ്യൂൾ 3ക്ക് എക്സാം അല്ല ഉള്ളത്. എന്താണുള്ളത്?
വൈവേ ആണ്. വൈവയുടെ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട്. ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് എന്താണ്, നിങ്ങളുടെ ടീച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ടീച്ചിങ് എയ്ഡുകൾ ഉണ്ടല്ലോ, ചാർട്ട്, സാൻഡ് പേപ്പർ, ആൽഫബറ്റ്സ്, പിങ്ക് ടവർ, അങ്ങനെ മെറ്റീരിയൽസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ചാർട്ടുകൾ, ഹൈജീൻ ഹാബിറ്റ്സിന്റെ ചാർട്ട്സ്, അങ്ങനെ ഒത്തിരി ചാർട്ടുകൾ നിങ്ങളെ കൊണ്ട് ചാർട്ടുകൾ ഓരോ ടീച്ചേഴ്സും ചെയ്യിച്ചിട്ടുണ്ടോ? ആ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു റൂമിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. എല്ലാവരും ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ എടുത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ദെൻ റെക്കോർഡ് സൈൻ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ സൈൻ ചെയ്യിച്ചതാണെന്ന് പറയാം. റെക്കോർഡ് സൈൻ ചെയ്യിച്ചിട്ടില്ലെങ്കിൽ 5 റെക്കോർഡ്സ് നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യണം, ടീച്ചേഴ്സിന് കാണിച്ചു കൊടുക്കണം. ദെൻ സർവേ, ഓക്കെ, സർവേ കണ്ടക്ട് ചെയ്തിട്ടില്ല എല്ലാവരും? ചെയ്തിട്ടുണ്ട്. ഓക്കെ, സർവേയുടെ റിപ്പോർട്ട്, സർവേ സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്ത് അതിനെ കുറിച്ചിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുക. പിന്നെ അസൈൻമെന്റ്സ് നിങ്ങൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുന്ന അസൈൻമെന്റ് അല്ലാണ്ട് 100 മാർക്കിന്റെ അസൈൻമെന്റ് ചെയ്തിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ചെയ്തിട്ടില്ല. ആ 100 മാർക്കിന്റെ അസൈൻമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് 100 മാർക്കാണ്. ഒരു നോട്ട്ബുക്ക് എടുക്കാം, വലിയ നോട്ട്ബുക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല, നോട്ട്ബുക്ക് എടുക്കുക, അസൈൻമെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് നല്ല മാർക്ക്, ചില ടീച്ചിങ് പ്രാക്ടീസിന് പോയവരാണെങ്കിൽ നമുക്കത് കുഴപ്പമില്ല, ടീച്ചിങ് മാനുവലോ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചാൽ മതി. ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവരാണെങ്കിൽ ഒരു ആക്ഷൻ സോങ്ങോ സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. മേ ബി ഇത് 3 ചോദിക്കാം, ആക്ഷൻ സോങ്, സ്റ്റോറി ആൻഡ് സിറ്റുവേഷൻ. ഓക്കെ, ഈ വൈവയുടെ സമയത്ത് നിങ്ങൾ നല്ല കോൺഫിഡന്റ് ആയിരിക്കണം. ടീച്ചേഴ്സ് ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് പറയണം. നല്ല മിടുക്കി കുട്ടികളായിട്ട് എന്ത് ചെയ്യണം, വൈവ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഓക്കെ മിസ്. ഇത്രയും കാര്യങ്ങളാണ് വൈവയ്ക്ക് വരുന്നത്. നമ്മളുടെ മെയിൻ എക്സാം, ഈ മോഡൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മള് കുറച്ച് പ്രാക്ടിക്കൽ സെഷൻ മാത്രമേ കാണുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല പറയാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞത്. നല്ല രീതിയിൽ പബ്ലിഷ് ചെയ്തിട്ടില്ലേ, നിങ്ങൾ ഇൻഫോം ചെയ്യൂ കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇൻഫോം ചെയ്യും എന്തായാലും. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ അറിയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇൻഫോം ആവും. ഡേറ്റ് ഇടുമ്പോൾ തന്നെ അത് ഇൻഫോം ചെയ്യും. കാരണം പോർഷൻ തീർന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഡൗട്ട്. ആ മെയിൻ എക്സാം ഇടുന്നോ ടീച്ചർ, വൈവേന്റെ ടൈം കുറച്ച് മുന്നേ അറിയിക്കില്ലേ, പറയൂലേ? നേരത്തെ അറിയിക്കും. നിങ്ങൾ ടീച്ചേഴ്സിന്റെ സ്ലോട്ട് അനുസരിച്ച്, ടൈം അനുസരിച്ച് നിങ്ങൾ സ്ലോട്ട് അറേഞ്ച് ചെയ്തിട്ട് ക്ലാസ് ലീഡേഴ്സ് ആരെങ്കിലും മെസ്സേജ് ചെയ്യും. മെയിൻ എക്സാം കഴിഞ്ഞിട്ടാണോ വൈവ ഉണ്ടാവുക? മെയിൻ എക്സാം കഴിഞ്ഞ് പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞിട്ടാണ് വൈവ വരുന്നത്. ഓക്കെ, ഇപ്പൊ എങ്ങനെ സൈൻ ചെയ്യിപ്പിക്കുന്നത്? എന്താണ് പ്രാക്ടിക്കൽ സെഷന് വരില്ല. ആ സമയത്ത് നിങ്ങൾ റെക്കോർഡ് കൊണ്ടുപോകാനാണെങ്കിൽ നമുക്കത് സൈൻ ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയൻസിലും അതേപോലെ ടീച്ചേഴ്സിലും ചെയ്തു തരും. ഇനി പ്രാക്ടിക്കലിന് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വൈവ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ അന്ന് മാക്സിമം നിങ്ങൾക്ക് വൈവ അറ്റൻഡ് ചെയ്യാനായിട്ട് കോൺഫിഡന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റെക്കോർഡും അതേപോലെ ടീച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ പിന്നീടായാലും ടീച്ചേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് ടീച്ചറുടെ പേഴ്സണൽ നമ്പർ വാങ്ങിച്ചിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. മിസ് എന്ത് ചെയ്തോളും, മാർക്ക് എൻട്രി ചെയ്തോളും. അപ്പൊ പ്രാക്ടിക്കലിന് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈവ എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഞാൻ മൊഡ്യൂള് 1 അല്ല പാർട്ട് 3 അല്ല പാർട്ട് 4 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂളില് അതിന്റെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഈ പാർട്ട് 3 4 ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം, നന്നായിട്ട് റീഡ് ചെയ്യാം, എന്നിട്ട് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം. എക്സാമിന് നമ്മൾ മോക്ക് ടെസ്റ്റ് മാത്രം റിപ്പീറ്റ് ചെയ്ത് നോക്കിയാ പോരെ? അതെ, മോക്ക് ടെസ്റ്റില് മതി. മോക്ക് ടെസ്റ്റ് നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്യാം. കാരണം മോക്ക് ടെസ്റ്റിലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉള്ളൂ. പിന്നെ ഓക്കെ,
അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ്. ഓക്കെ, Thank പറഞ്ഞോളാം. you for today's class. And today we got a good thought and signing and prayer also. And today I'm signing off, telling by a story, a short story. Once upon a time, in a forest, a kind soul named Sam found on an injured bird instead of ignoring it. Sam gently cared and the bird until it could try again. Careful, the bird promised to help Sam whenever needed. One day, a storm belonged to the forest, and Sam's home was destroyed. The bird saw Sam's trouble and gathered other birds to help rebuild the squirrel's home. Then Sam and the bird remained best friends, always helping each other and showing the forest the power of the kindness and teamwork. Moral of the story: try to help others. Thank you. This is Jasmine. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്.